നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിന് പിന്നിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ഗുരുവായൂർ പോലീസ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തി. തൈക്കാട് പള്ളി റോഡിലെ അവിൽപ്രോ ജ്യൂസ് കടയിലും മാവിൻചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് മോഷണം നടന്നത്. കൊല്ലം സ്വദേശികളായ ബന്ധുക്കളായ 2 പേരാണ് കേസിൽ പിടിയിലായത്. 15ഉം 17ഉം വയസ്സുള്ളവരാണ് മോഷണം നടത്തിയത്. ഏതാനും ദിവസം മുമ്പാണ് ഇരുവരും കുടുംബത്തോടൊപ്പം ഗുരുവായൂരിലെത്തിയത്. മോഷണത്തിന് പിന്നാലെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു. കടകളിൽ നിന്നും 16,000 രൂപയും മൊബൈൽ ഫോണുമാണ് നഷ്ടപ്പെട്ടത്. ഇത് പോലീസ് ഇവരിൽ നിന്നും കണ്ടെടുത്തു. കുന്നംകുളത്ത് അമിത വേഗതയിലെത്തിയ ബസ് 4 വാഹനങ്ങളിൽ ഇടിച്ച് 2 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത സ്വകാര്യ ബസ് ഡ്രൈവറെ റിമാൻഡ് ചെയ്തു. കുറ്റിപ്പുറത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന സുഹറ സ്വകാര്യ ബസ് ഡ്രൈവർ പഴുന്നാന സ്വദേശി കറുപ്പം വീട്ടിൽ 43 വയസ്സുള്ള അബ്ദുൾ സലാമാണ് അറസ്റ്റിലായത്. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണച്ചന്ത ആഗസ്റ്റ് 18-ന് ആരംഭിക്കും. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതിയുടെ യോഗം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, കുടുംബശ്രീ സെക്രട്ടറി സുശീല, അക്കൗണ്ടന്റ് ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 18, 19, 20 തീയതികളിൽ ചിറക്കൽ സംഗമം പാലസിൽ വെച്ചാണ് കുടുംബശ്രീയുടെ ആദ്യ ഓണ വിപണനമേള നടത്തുന്നത്. മേളയുടെ ഉദ്ഘാടനം കാലത്ത് 10:30-ന് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിക്കും. ആഗസ്റ്റ് 22, 23, 24 തീയതികളിൽ നടക്കുന്ന രണ്ടാം മേള കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന് സമീപത്തുള്ള ഹയാത്ത് സൂപ്പർ മാർക്കറ്റ് ഹാളിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും കാരംസ് ബോർഡ് വിതരണം ചെയ്യുന്ന പദ്ധതി സ്ട്രൈക്ക് ആൻഡ് സ്കോറിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ NK ചന്ദ്രാവതി, CT ഷാജു, മോനിഷ രജീഷ്, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിബു, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ കൃഷ്ണമൂർത്തി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ജനീർ ലാൽ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക PM മേഴ്സി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 11 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കാരംസ് ബോർഡുകൾ നൽകിയത്. ദീർഘവീക്ഷണത്തോടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വിദ്യാഭ്യാസ മേധാവികളുടെ അകമഴിഞ്ഞ സഹകരണമുണ്ടെന്ന് പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപകന്മാർ പറഞ്ഞു. പുന്നൂർകുളത്ത് ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. കർഷകരും പ്രദേശവാസികളും ആശങ്കയിൽ. പുന്നൂർകുളം അണ്ടത്തോട് മേഖലയിലാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം വൻതോതിൽ കണ്ടുവരുന്നത്. തങ്ങൾപ്പടിയിൽ അടഞ്ഞുകിടക്കുന്ന കേരള ഹോട്ടൽ പരിസരത്താണ് ഇവയെ ധാരാളമായി കാണുന്നത്. ഇത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. മഴക്കാലം ശക്തമായതോടെയാണ് കൃഷിയിടങ്ങളിലും വീട്ടുപറമ്പുകളിലും വ്യാപകമായി ഇവ പെരുകാൻ തുടങ്ങിയിട്ടുള്ളത്. പച്ചക്കറികൾ, വാഴ, പപ്പായ, തെങ്ങ്, ചേമ്പ് തുടങ്ങിയ വിളകളെ ഇവ വൻതോതിൽ തിന്നു നശിപ്പിക്കുന്നതിനാൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും പുറത്തിറങ്ങുന്നത്. പകൽ സമയങ്ങളിൽ ഇലകൾക്കിടയിലും മരങ്ങളിലും ചുമരുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല എന്നതാണ് വാസ്തവം. ഇവ മനുഷ്യരുടെ ആരോഗ്യത്തിനും ഭീഷണിയാണ്. ഒച്ചുകളുടെ സ്രവങ്ങളിലൂടെ മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന നിമാവിരകൾ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വാർഡ് മെമ്പറെയും പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ വിവരമറിയിച്ചു. എത്രയും പെട്ടെന്ന് ഇവയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു. URF വേൾഡ് റെക്കോർഡ് ജേതാവും ഹരിദ്വാർ മനസാദേവി ട്രസ്റ്റിന്റെ കാളിദാസ പുരസ്കാര ജേതാവുമായ TK രാജഗോപാലമേനോനാണ് യജ്ഞാചാര്യൻ. മേൽശാന്തി കാരമുക്ക് പ്രകാശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം പ്രകാശനം ചെയ്തു. യജ്ഞവേദിയിൽ നെൽപ്പറ, അരി, അവിൽ, മലർ, ശർക്കര, പഞ്ചസാര, നാളികേരം, നാണയം എന്നീ പറ വഴിപാടുകൾ നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PT സുരേന്ദ്രൻ, M സുരേഷ്, PB പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. 9 ദിവസം നീണ്ടുനിൽക്കുന്ന യജ്ഞം ആഗസ്റ്റ് 16-ന് സമാപിക്കും.
സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി മുതൽ വീടുകളിൽ എത്തിച്ച് നൽകില്ല എന്ന UDF നിലപാടിനെതിരെ KSKTU പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി വൺവേ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം കുന്നംകുളം ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി KK സുനിൽകുമാർ സ്വാഗതവും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ അരുൺദാസ് നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർ അഞ്ജു സുധീഷ്, CDS ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, ദാസൻ സെബാസ്റ്റ്യൻ, പ്രസീന, ബിന്ദു സജീവ് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേമ പെൻഷൻ ഇനി വീടുകളിൽ എത്തില്ല എന്ന് തീരുമാനിച്ച UDF ഗവൺമെന്റിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജിലെ AKG യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കൊളത്തേരി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജ് പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് AKG യൂണിറ്റ് സെക്രട്ടറി സുജിത ശിവിൽദാസ് സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് ശോഭന ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കേരളത്തിലെ മുണ്ടുടുത്ത മോദിയുടെ തീരുമാനം കേൾക്കുമ്പോൾ ഗ്യാസ് സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴിയാക്കിയ നരേന്ദ്രമോദി സർക്കാരിനെയാണ് ഓർമ്മ വരുന്നതെന്നും നമ്മുടെ അമ്മമാരുടെ പെൻഷനും വൈകാതെ ആ വഴിക്ക് തന്നെയാകുമെന്നും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന UDF ഗവൺമെന്റിന്റെ ഈ നയം തിരുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സന്തോഷ് കൊളത്തേരി ആവശ്യപ്പെട്ടു. KSKTU കടിക്കാട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF സർക്കാരിന്റെ തെറ്റായ നിലപാടിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വീട്ടിൽ എത്തിച്ചിരുന്ന ക്ഷേമ പെൻഷൻ ബാങ്കുകൾ വഴി കൊടുക്കാൻ തീരുമാനിച്ച UDF സർക്കാരിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് അണ്ടത്തോടിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. KSKTU ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം V താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. KSKTU നേതാക്കളായ ബിന്ദു ചന്ദ്രൻ, MT ശ്രീനിവാസൻ, മണി ബാഹുലയൻ, ബുഷ്ര നൌഷാദ്, TH അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി അഗതിയൂർ കലശമല ചിറയിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. വാവു ദിവസമായ ബുധനാഴ്ച രാവിലെ 4 മണി മുതൽ ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. മോഹനൻ നായർ പ്രധാന കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ നിത്യപൂജകൾക്ക് പുറമെ പിതൃമോക്ഷത്തിനായി തിലഹവനം, സായുജ്യ പൂജ, ഗണപതി ഹോമം, ഭഗവത് സേവ തുടങ്ങിയ പ്രത്യേക വഴിപാടുകളും നടത്തും. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി ജസീന്ദ്ര ദ്വിവേദി കാർമ്മികത്വം വഹിക്കും. തർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ശശി വാസുദേവൻ, സെക്രട്ടറി ബാലകൃഷ്ണൻ, ഗജാൻജി പ്രദീപ് എന്നിവർ അടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. ഇതോടെ സ്പോർട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.